ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ യൂഷ്വലി ചെയ്യാറുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറിയാണ് ചെയ്യുന്നത്. മുളകിട്ട ഫിഷ് കറി ആട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പം എണ്ണ ഒഴിച്ചു, 2 നുള്ള് ഉലുവ ഇട്ടു, കറി ലീവ്സ് ഇട്ടു, പിന്നെ ഞാൻ ക്രഷ് ചെയ്ത് നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ബ്രൗണിഷ് ആവേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. നമ്മുടെ പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഞാൻ ഫിഷ് മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വയ്ക്കുക. സിമ്മിലാക്കി വെച്ചിട്ട് വേണം നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വെച്ചു. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഫസ്റ്റായിട്ട്. പിന്നെ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് അധികം മുളക് പൊടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ മുളകിട്ട കറിയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടും നല്ല റെഡ് കളറിലും കറി ഇരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ച് അധികം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉപ്പ്. ഈ മിക്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇമ്മീഡിയറ്റ്ലി വെള്ളം ഒഴിച്ച് അതൊരു കുറുക്കി പേസ്റ്റ് ആക്കി എടുക്കണം. കാരണം പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഒത്തിരി ഇട്ട് നമ്മൾ സോട്ട് ചെയ്തെടുക്കരുത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കിയെടുത്ത് പിന്നെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മത്തിയാട്ടോ. അപ്പോൾ ഇന്നത്തെ ഫിഷ് കറിക്ക് ഞാൻ എടുത്തേക്കുന്നത് മത്തിയാണ്. അപ്പോൾ മത്തി നല്ല കഴുകി വൃത്തിയാക്കിയ മത്തി ഞാൻ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മത്തിയിലേക്ക് ഈ ഒരു കുറുക്കിയ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് മീനിലൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ടൈപ്പ് ഫിഷ് കറി നമ്മൾ വെക്കാറുണ്ട് അല്ലേ, മുളകിട്ട ഫിഷ് കറിയും തേങ്ങ അരച്ച ഫിഷ് കറിയും. മുളകിട്ട ഫിഷ് കറിയാണ് കുറച്ചുകൂടെ ഈസി വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഇതാണ് ചെയ്യാറ്. തേങ്ങ അരച്ച ഫിഷ് കറിയും ഞാൻ വെക്കാറുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വൈസും ഈ ഒരു മുളകിട്ട ഫിഷ് കറിയാണ് ഇഷ്ടം. അപ്പോൾ ഇതാകുമ്പം കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും ഇത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു ഫിഷ് കറി വെക്കാനായിട്ട് ഇത്രയും സിമ്പിളുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പിന്നെ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയല്ലേ ആവശ്യം. അപ്പം നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കറി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഫിഷ് കറി തന്നെ നമുക്ക് കിട്ടിക്കോളും. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നമ്മുടെ കുടംപുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുടംപുളി ഞാൻ സോക്ക് ചെയ്യാതെ അങ്ങനെ കഴുകിയിട്ട് കറിയിലേക്ക് ഡയറക്റ്റ്ലി ഇടുകയാണ് ചെയ്യുന്നത്. സോക്ക് ചെയ്ത് കുടംപുളി ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഡയറക്റ്റ്ലി കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്താലും നന്നായിട്ട് പുളി ഇറങ്ങിക്കോളും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു കറി ഇനി നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കറി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ആവും. വേണം എന്നുള്ളവർക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം ഈ ഒരു സ്റ്റൈലിൽ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി തിക്കായിട്ടുള്ള നല്ല മുളകിട്ട റെഡ് കളറിലുള്ള ഫിഷ് കറി കേട്ടോ. നല്ല തിക്കായിട്ടുള്ള കറിയാണ്. എന്നാൽ അധികം എരിവില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നമുക്ക് സുഖമായിട്ട്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.